Elementary row operations of a matrix. First rule, multiply a row by a non-zero constant C. ഇപ്പോൾ A എന്നൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ A എന്ന മെട്രിക്സിന്റെ ഏതെങ്കിലും ഒരു റോയിനെ ഒരു ith റോ എന്ന് വിചാരിച്ചു, ith റോയിന് നോൺ സീറോ കോൺസ്റ്റന്റ് C കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ എന്താണ്, ith റോയിലെ എല്ലാ എൻട്രീസിനെയും C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മറ്റൊരു എലിമെന്ററി റോ ഓപ്പറേഷൻ, ഇന്റർചേഞ്ച് ടു റോസ്. Interchange any two rows. We can interchange any two rows. We can interchange first row to second row and second row to first row. ഒന്നാമത്തെ റോയിനെ രണ്ടാമത്തെ റോയും രണ്ടാമത്തെ റോയിനെ ഒന്നാമത്തെ റോയാക്കി ഇന്റർചേഞ്ച് ചെയ്യും. ജനറൽ ആയിട്ട് പറഞ്ഞാൽ we can interchange ith row to jth row and jth row to ith row. This is interchange any two rows. Next, add a constant C times one row to another. So we can transfer row ith row by ith row plus C times jth row. We can transfer ith row by ith row plus C times jth row. That means ith row ile ella entries neem jth റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസിനെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. C നെഗറ്റീവ് ആവാം കേട്ടോ, C നോൺ സീറോ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ മൂന്ന് ഓപ്പറേഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്താ, എലിമെന്ററി റോ ഓപ്പറേഷൻസ്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മെട്രിക്സ് A is equal to 1 2 3 0 -1 2 4 2 1. ഇത് A എന്ന മെട്രിക്സ്. ഞാനിതിനെ സെക്കൻഡ് റോയിനെ ഒരു 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സെക്കൻഡ് റോയിനെ എനിക്ക് 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഫസ്റ്റ് റോയിൽ മാറ്റമില്ല, തേർഡ് റോയിലും മാറ്റമില്ല. സെക്കൻഡ് റോയിന് എന്ത് ചെയ്യും, സെക്കൻഡ് റോ ഗീവ്സ് 1/3 ടൈംസ് സെക്കൻഡ് റോ. ദാറ്റ് മീൻസ് 0 into 1/3 -1 into 1/3 2 into 1/3. ഈ സെക്കൻഡ് റോയിലെ എല്ലാ എൻട്രീസിനെയും 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതായത് 0 into 1/3 is 0. -1 into 1/3 is -1/3. 2 into 1/3 is 2/3. So we transform this matrix to this form using this operation. Second row gives 1/3 times second row. Another example. So if A is equal to 1 2 4 0 1 1 2 6 8, we can interchange second row and third row. First row എന്ത് വേണം ചെയ്യാം, ഞാൻ സെക്കൻഡ് റോയിന് എക്സാമ്പിളിനായിട്ട് സെക്കൻഡ് റോയും തേർഡ് റോയും ഇന്റർചേഞ്ച് ചെയ്യും. ഫസ്റ്റ് റോയിൽ മാറ്റമില്ലാതെ അതുപോലെ തന്നെ ആയിരിക്കും 1 2 3 1 2 4. പക്ഷേ നമ്മൾ സെക്കൻഡ് റോയുടെ പ്ലേസിൽ തേർഡ് റോ എഴുതും, കാരണം അങ്ങനെയാണല്ലോ പറഞ്ഞത് 2 6 8. ഇനി തേർഡ് റോയുടെ പ്ലേസിൽ സെക്കൻഡ് റോ 0 1 1. This is example of interchanging any two rows. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇപ്പോൾ A is equal to ഇങ്ങനെ എഴുതുക 1 3 4 0 1 2 -1 6 3. ഞാനിതിനെ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പോവുകയാണ്. ഫസ്റ്റ് റോയിന് മാറ്റം വരുത്തുന്നില്ല, സെക്കൻഡ് റോയിനെയും മാറ്റം വരുത്തുന്നില്ല. തേർഡ് റോ ഗീവ്സ്, തേർഡ് റോയിലാണ് മാറ്റം വരുത്താൻ പോകുന്നത്. അപ്പോൾ തേർഡ് റോ ഒടിഞ്ഞാൽ തുടങ്ങുക, തേർഡ് റോ പ്ലസ് 1 ഇൻറ്റു ഫസ്റ്റ് റോ. തേർഡ് റോയിനോട് എന്ത് ചെയ്തു, ഫസ്റ്റ് റോയിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്, ഈ -1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഈ 1 കൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ -1 plus 1 into 1, -1 plus 1 into 1 എത്രയാണ്, -1 plus 1 0. ഇത് നോക്കി, 6നെ ഈ 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഞാൻ 6നെ മാറ്റം വരുന്നതാണ്. 6 gives അല്ലെ, R2 gives R2 plus 6 plus 1 into ഇതിന് കറസ്പോണ്ടിങ് എലമെന്റ് 3 അല്ലേ, 1 into 3.
അപ്പോൾ എന്ത് വരും 6 + 3 = 9. ഇവിടെ എന്ത് എഴുതാം 9 എഴുതാം അല്ലേ. ശരിയല്ലേ. ഇനി ഇവിടെ ഏത് എലിമെന്റ് എഴുതുക? ഈ 3നെ എന്ത് ചെയ്യണം? 3 gives 3 പ്ലസ് അല്ലെ 1 ഇൻറ്റു ഇവിടുത്തെ കറസ്പോണ്ടിങ് എലിമെന്റ് എത്ര? 4 അല്ലേ. 1 ഇൻറ്റു 4. അപ്പോൾ 3 പ്ലസ് 4 1 ഇൻറ്റു 4 4. അപ്പോൾ എന്ത് വരിക? 7 വരും. ഈ പ്ലേസിൽ എന്ത് വരും? 7 വരും അല്ലേ. ശരിയാണല്ലോ. അപ്പോൾ ഇതാണ് എലമെന്ററി ഓപ്പറേഷൻസും അതിന്റെ എക്സാമ്പിൾസ്. ക്ലിയർ അല്ലേ? സിമ്പിൾ സാധനങ്ങളാണല്ലോ. ഇനി എന്താണ് റോ ഇക്വാലന്റ് മെട്രിസസ് എന്ന് വെച്ചാൽ? റോ ഇക്വാലന്റ് ഡെഫിനിഷൻ എഴുതാം. റോ ഇക്വാലന്റ് matrices, two matrices capital A and capital B are said to be row equivalent if either can be obtained from the other by a sequence of elementary row operations. അപ്പോൾ എയിൽ നിന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ എ എന്ന മെട്രിക്സിൽ എന്ന് വിചാരിക്കുക. ഈ മെട്രിക്സിൽ നിന്ന് ഇങ്ങനെ ഒരു എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തി അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. അപ്പോൾ ഈ മെട്രിക്സ് ഞാൻ ബി എന്ന് വിളിക്കാം. അപ്പോൾ ഈ മെട്രിക്സും എന്തായിട്ടാണ്? റോ ഇക്വാലന്റ് എന്ന് പറയും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ മെട്രിക്സിൽ നിന്ന് ഒരു എലിമെന്ററി ഓപ്പറേഷൻ നടത്തിയപ്പോഴാണ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തിയപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സും, ഈ മെട്രിക്സ് ബി എന്ന് വിളിച്ചാൽ ഈ എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും റോ ഇക്വലന്റ് എന്ന് പറയാം അല്ലേ. ഈ മെട്രിക്സിൽ നിന്ന് റോ ട്രാൻസ്ഫോർമേഷൻ നടത്തിയാണ്, എലിമെന്ററി ഓപ്പറേഷൻ നടത്തിയാണ് ഈ മെട്രിക്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ മെട്രിക്സും എന്താണ്? ഇതിനെ എയും രണ്ടാമത്തേനും ബി എന്ന് വിളിച്ചാൽ രണ്ടും ഈ റോ ഇക്വാലന്റ് മെട്രിസസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ, ഒന്നിൽ കൂടുതൽ ചെയ്യാം. അപ്പം വേണമെങ്കിൽ എ ഇതാണ്, ഇത് ഇന്ന് R2 ഇന്റർചേഞ്ച് R3 ഇത് കിട്ടി. അടുത്ത് ഞാൻ വേറൊരു ഓപ്പറേഷൻ ചെയ്യും, R3 gives R3 + 2 times R1. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനേക്കാളും മറ്റൊരു മെട്രിക്സ് കൂടി കിട്ടും. അതിനെ വീണ്ടും റോ ട്രാൻസ്ഫോർമേഷൻ എലിമെന്ററി ഓപ്പറേഷൻ നടത്തി വേറൊരു മെട്രിക്സ് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ മെട്രിക്സും അവസാനം കിട്ടുന്ന മെട്രിക്സും തമ്മിൽ എന്താണ്? റോ ഇക്വലന്റ് മെട്രിസസ് ആണെന്ന് പറയും. അപ്പോൾ മെട്രിസസ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി റോ ഇക്വലന്റ് if either can be obtained from the other by a sequence of elementary operations. Sequence of elementary operation വെച്ചാൽ ആദ്യം ഒരു elementary operation, പിന്നെ വേറൊരെണ്ണം, പിന്നെ കിട്ടിയ ആൻസറിനെ മറ്റൊരു elementary operation ചെയ്യും, പിന്നെ അവസാനം കിട്ടിയ ആൻസർ